അങ്ങനെ ഈ 3 റോ മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്തായിരുന്നു പറഞ്ഞു വെച്ചത്, നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ന്യൂട്രീഷൻ അല്ലെ, ന്യൂട്രീഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫുഡിന്റെ ഇൻടേക്ക് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എനർജി റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് കഴിക്കുന്നത്. അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ് വാസ് മെന്റ് ടു ബി എന്തിനായിരുന്നു? ഫോർ എനർജിക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മള് അത് പറഞ്ഞു വന്നപ്പോ നമ്മള് 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് അവരെങ്ങനെയാണ് ന്യൂട്രീഷനെ മീറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഗ്രൂപ്പ് ആയിരുന്നു ആര്? ഓട്ടോട്രോഫുകൾ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആര്? ഹെറ്ററോട്രോഫുകൾ. ഓട്ടോട്രോഫിന്റെ പ്രത്യേകത എന്താ? അവര് സെൽഫായിട്ട് എന്ത് ചെയ്യും? ഫുഡിനെ പ്രിപ്പയർ ചെയ്യും ആണല്ലോ. അത്തരം ഒരു ഓട്ടോട്രോഫ് ആണ് ആര്? ഗ്രീൻ പ്ലാന്റ്സ് ആണല്ലോ. ഗ്രീൻ പ്ലാന്റ്സ് എന്താണ്? ഓട്ടോട്രോഫുകളാണ്. അഥവാ അവര് നടത്തുന്ന ന്യൂട്രീഷൻ എന്താണ്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. അവരിൽ കാണുന്ന ഓട്ടോട്രോഫിക് ന്യൂട്രീഷന്റെ പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. ക്ലിയർ ആണോ? ഓക്കെ. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്, അത് പറഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്, ആ അർത്ഥത്തിലാണ് ഫോട്ടോസിന്തസിസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? എനർജിക്കും വേണ്ടിയിട്ട് പുറത്തു നിന്ന്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും സബ്സ്റ്റൻസസിനെ ഇൻടേക്ക് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? സ്റ്റോർഡ് ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. എന്തായിരുന്നു? പുറത്തു നിന്ന് എന്തിനാ എടുക്കും അവര്? മെറ്റീരിയൽസ് അഥവാ സബ്സ്റ്റൻസസിനെ പുറത്തു നിന്നും എടുക്കും. ഓക്കെ. ഇത് ഔട്ട്സൈഡ് എൻവയോൺമെന്റ് ആണ്. എങ്ങോട്ടേക്ക് എടുക്കും? അവരുടെ ശരീരത്തിനകത്തോട്ടേക്ക് എടുക്കും. എന്നിട്ട് എന്തിനെ പ്രിപ്പയർ ചെയ്യും? സ്റ്റോർഡ് ഫോം ഓഫ് എനർജിനെ പ്രിപ്പയർ ചെയ്യും. സ്റ്റോർഡ് ഫോം ഓഫ് എനർജി. ഇതെന്താണ്? ബേസിക്കലി സ്റ്റോർഡ് ഫോം ഓഫ് എനർജി പറഞ്ഞാൽ എന്താ? ഫുഡാണ് അല്ലെ. ഫുഡാണ്. ഇതിനെ പ്രിപ്പയർ ചെയ്യും. ഇത് പുറത്തുനിന്ന് മെറ്റീരിയൽസിനെ ശരീരത്തിന്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് അഥവാ അവരുടെ ബോഡിക്കകത്തോട്ട് എടുത്തിട്ട് ബോഡിക്കുള്ളിൽ വെച്ചിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അഥവാ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ഉണ്ടാക്കും. ഓക്കെ. ഇൻ ദ പ്രസൻസ് ഓഫ്, ആരുടെ പ്രസൻസിലാണ്? സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ റോ മെറ്റീരിയൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അല്ലെ സൺലൈറ്റ്. ഇപ്പൊ പുതിയൊരാളും കൂടെ ആയില്ലേ? ആരാണ്? ക്ലോറോഫിൽ. ഓക്കെ. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു അല്ലെ, നമ്മൾ എടുക്കുന്ന ഫുഡിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ഫാക്ടർ എന്താണ്? കാർബൺ ആണ്. അതായത് കാർബൺ റിച്ച് ഫുഡാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാർബൺ എന്തിന്റെ രൂപത്തിൽ എടുക്കാന്നറിയോ? കാർബൺ എന്തിന്റെ രൂപത്തിൽ എടുക്കുക? കാർബൺ എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഫോമിലാണ്. പിന്നെ നമ്മൾ ശരീരത്തിനുള്ളിലോട്ട് എടുക്കുന്ന അടുത്ത ആള്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽസ് ഇല്ലേ, ഇത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്നറിയോ ശരീരത്തിനുള്ളിലോട്ട് എടുക്കുന്നത്? ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ടാമത്തേത് വാട്ടർ, റോ മെറ്റീരിയൽ ആയിട്ടുള്ള വാട്ടർ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും പുറത്തു നിന്നും അകത്തോട്ടെടുത്ത് സ്റ്റോർഡ് ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഏത്? ഫോട്ടോസിന്തസിസ്. അത് എന്തിന്റെ പ്രസൻസിലും കൂടിയാണെന്ന് പറയണം. എന്തിന്റെ പ്രസൻസിലാ? സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും ഉള്ളിലോട്ടെടുത്ത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും ഉള്ളിലോട്ടെടുത്ത് സ്റ്റോർഡ് ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഏത്? ഫോട്ടോസിന്തസിസ്. ടീച്ചർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് അത്രയും കൺസെപ്റ്റ് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലർക്ക് ഇത് ചിലപ്പോ എന്തിനാ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷെ നമ്മളിങ്ങനെ കൂടുതൽ തവണ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രയും പതിയും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇത് കാണാപ്പാടം ബൈഹാർട്ട് ചെയ്തിട്ട് പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ക്ലിയർ ആക്കണം.
ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ മോട്ടോ തന്നെ അതാണ്, നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ബുക്ക് വേംസ് ആയിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ എന്താ ബുക്ക് വേംസ് ഉള്ള പ്രശ്നം എന്താ, നമ്മൾ ഇതൊക്കെ മറന്നു പോകും. പക്ഷെ നമ്മളൊരു കഥ പോലെ പഠിച്ചു വെച്ചാല് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ കൺസെപ്റ്റ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ബേസ് ആണ്. ഇനി നിങ്ങൾ ഹയർ സെക്കൻഡറി ആയി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അവിടെയും പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അപ്പോ കൺസെപ്റ്റ് അപ്പൊ ക്ലിയർ ചെയ്ത് പോവാട്ടോ. നോട്ട്സ് ഒന്നും എഴുതിയെടുക്കണ്ടെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, നോട്ട്സ് ഒന്നും എഴുതിയെടുക്കണ്ട, ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഓരോ ആവർത്തിയും മനസ്സിൽ ടീച്ചറുടെ ഒപ്പം തന്നെ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോസസ്. ഇനി ഇത് ഇത്രയും പെട്ടെന്നൊന്നും നടക്കില്ല, കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് കാണാം. ഓക്കെ, എന്തൊക്കെയായിരുന്നു റോ മെറ്റീരിയൽസ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, പിന്നെ സൺലൈറ്റും ക്ലോറോഫില്ലും. ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ. ഇതിനകത്ത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എനർജി എന്നുള്ളത് സ്റ്റോർഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് വെക്കുന്നത് അല്ലെ. അതായത് ആ ഉണ്ടാക്കുന്ന ഫുഡിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണല്ലോ, അതുകൊണ്ടാണ് അതിനെ നമ്മൾ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ നമ്മുടെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതുക. അതിന് നമ്മൾ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് കുറച്ച് നമ്മൾ ചിലപ്പോ വേറൊരു നേരത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കും അല്ലേ. അപ്പോ നമ്മൾ എന്താണ് ബേസിക്കലി അപ്പൊ അവിടെ ചെയ്യുന്നത്? നമ്മൾ സ്റ്റോർ ചെയ്യാനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവരുണ്ടാക്കുന്ന ഫുഡിനെ അവർക്ക് അപ്പൊ ആവശ്യമുള്ളത് ഇമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതിനെ മാത്രം യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് അവർ എന്താക്കി വെക്കും എന്നറിയോ? ഇന്റേണൽ റിസർവ് എനർജി ആക്കി വെക്കും. ഇന്റേണൽ റിസർവ് അതാക്കി വെക്കും. എന്തിനാണെന്നറിയോ? ഫ്യൂച്ചർ പേർപ്പസിന്. അതായത് പിന്നീട് അവർക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആക്കി വെക്കുന്നത് എന്തിന്റെ ഫോമിലാണെന്നറിയോ? സ്റ്റാർച്ചിന്റെ ഫോമിലാണ്. എന്തിന്റെ ഫോമിലാണ്? ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. അപ്പൊ അവർ ഫുഡ് ഉണ്ടാക്കുന്നത് എന്തിന്റെ ഫോമിലാണ്? കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കുന്നത് എന്തിന്റെ രൂപത്തിലാണ്? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്. കുട്ടികളെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ കാർബോഹൈഡ്രേറ്റിൽ വരുന്ന ഒരാളാണ് സ്റ്റാർച്ച്, മറ്റൊരാളാണ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പൊ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സ്റ്റാർച്ച് തന്നെയാണ്. ഗ്ലൂക്കോസും എന്ത് തന്നെയാണ്? ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കും ഗ്ലൂക്കോസിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാത്തത്? കാരണം ഗ്ലൂക്കോസിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഗ്ലൂക്കോസ് എന്താണ്? സോലുബിൾ ആണ്. സോലുബിൾ ആണ്. നമുക്കറിയാം അല്ലെ, നമ്മള് ഗ്ലൂക്കോസ് സ്പോർട്സിന്റെ സമയത്തൊക്കെ നമുക്ക് ടീച്ചേഴ്സ് തരില്ല. നമ്മള് ജസ്റ്റ് നാവുമ്മ വെച്ചാൽ തന്നെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. അപ്പൊ പ്ലാന്റ്സ് ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അവർക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അവരുടെ ബോഡിയിൽ അധികം ഉള്ളത് എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഒക്കെ എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. അപ്പൊ അവർക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാർച്ചിന്റെ ഫോമിൽ എന്ത് ചെയ്യുന്നത്? ഫുഡിനെ, അവർ പ്രിപ്പയർ ചെയ്ത കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇതാണ് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഫോമിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞു. ഇപ്പോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞു. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ക്വിക്കായിട്ട് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മള് ഫോട്ടോസിന്തസിസ് ആണ് പറയുന്നത്. സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ്. അഥവാ അവരുടെ എനർജി പ്രൊഡക്ഷൻ നടത്തുന്ന പ്രോസസ് ആണ് ഏത്? ഫോട്ടോസിന്തസിസ്. എന്തൊക്കെയായിരുന്നു റോ മെറ്റീരിയൽസ്? എന്തൊക്കെയായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? വാട്ടർ ഉണ്ടായിരുന്നു അല്ലെ. എന്തിന്റെ പ്രസൻസിലായിരുന്നു? അല്ലെങ്കിൽ ആരുടെയൊക്കെ പ്രസൻസിലായിരുന്നു? ക്ലോറോഫിലിന്റെയും സൺലൈറ്റിന്റെയും പ്രസൻസിൽ. ആരുടെ പ്രസൻസിലായിരുന്നു? ക്ലോറോഫിലിന്റെയും സൺലൈറ്റിന്റെയും പ്രസൻസിൽ പ്ലാന്റ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു അല്ലെ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണെന്നറിയോ കുട്ടികൾക്ക്? ഏതാണ്? ഗ്ലൂക്കോസ്. ഏതാണ്? ഗ്ലൂക്കോസ്. ഇത് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോമിലാണ് കേട്ടോ. C6H12O6.
C6H12O6. കൂടാതെ ഇതിന്റെ കൂടെ 2 ബൈ പ്രൊഡക്റ്റുകൾ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഓക്സിജനും വാട്ടറും. ഓക്സിജനും വാട്ടറും. അപ്പൊ ഇങ്ങനെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൺലൈറ്റിന്റെയും ക്ലോറോഫില്ലിന്റെയും പ്രസൻസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ സിന്തസൈസ് ചെയ്യുന്നു, അഥവാ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഫോട്ടോ സിന്തസിസ്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എങ്ങനെയാണ് പ്ലാന്റ്സ് ഇവ ഓരോന്നിനെയും, അതായത് ഇപ്പോ സൺലൈറ്റ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എങ്ങനെയാണ് പ്ലാന്റ്സ് ഇവരെ ഇൻടേക്ക് ചെയ്യുന്നത്? ആ ഒരു കാര്യം കൂടെ നമുക്ക് കാണണം. ഓക്കെ, പ്ലാന്റ്സ് എങ്ങനെയാണ് ഇവർ ഇൻടേക്ക് ചെയ്യുന്നത് എന്ന് കൂടെ നമുക്ക് കാണണം. നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമ്മുടെയൊക്കെ കേസിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ എന്തിലൂടെയാണ് എടുക്കുക? നമുക്ക് ഓരോ ഓർഗൻസ് ഉണ്ട് അല്ലെ, നമ്മൾ കുറെ കൂടെ കോംപ്ലക്സ് ആണല്ലോ. നമുക്ക് ഓരോ ലൈഫ് പ്രോസസ്സിനും അതിൻ്റെതായിട്ടുള്ള ഓർഗൻസുകൾ ഉണ്ട് ആണല്ലോ. അതുപോലെ തന്നെ പ്ലാന്റ്സിനും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ബോഡി പാർട്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മളെ പോലെ അത്രയും വെൽ ഡിഫൈൻഡ്, വെൽ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർക്കും എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്സ് ഉണ്ട് ഓരോ കാര്യത്തിനും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അവരെങ്ങനെയാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എന്ന് നോക്കാം. സൺലൈറ്റ് ഒരു റോ മെറ്റീരിയൽ ആയിരുന്നല്ലോ. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സൺലൈറ്റിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൺലൈറ്റിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സൺലൈറ്റിനെ അവർ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ലീഫ് എടുത്ത് അതിനെ ഒരു സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു ചെറിയ പോർഷന് വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും അറിയോ? നിങ്ങളുടെ ടെക്സ്റ്റില് അതിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരുപാട് സെല്ലുകള് മുകൾ ഭാഗത്തായിട്ട് അപ്പർ റീജിയണിലായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിന് അടിയിലായിട്ട് വേറെ ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ നീളത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. നീളത്തിൽ വേറെ ഒരുപാട് സെല്ലുകൾ കാണാൻ പറ്റും. ആ സെല്ലില് ഒക്കെ ഇങ്ങനെ ഗ്രീൻ ഡോട്ട്സ് ഉണ്ടായിരിക്കും. ഗ്രീൻ ഡോട്ട്സ്. ഓക്കെ, പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും കുറെ സെല്ലുകൾ, ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ. പിന്നെ കുറെ സെല്ലുകൾ പിന്നീട് അതിലൊക്കെ ഗ്രീൻ ഡോട്ട്സ് ഉണ്ട്. പിന്നെ താഴെ ഒരുപാട് സെല്ലുകൾ കാണാം. അതിൽ ചില സെല്ലുകൾ ഇങ്ങനെ കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടായിരിക്കും താഴ്ഭാഗത്ത് ട്ടോ. ഇത് അപ്പർ റീജിയൻ ആണ്. അപ്പർ റീജിയൻ ആണ്. ഇത് വേറെ കുറച്ച് സെല്ലുകൾ ഉണ്ട്. പിന്നെ ഇത് ലോവർ റീജിയൻ ആണ്. അങ്ങനെ ഒരുപാട് സെല്ലുകൾ കാണാൻ പറ്റും. ഈ സെന്ററിൽ വരുന്ന സെല്ലുകളിലെല്ലാം ഇവിടൊക്കെ ഇങ്ങനെ സ്പേസുകളുണ്ട്. ആ സ്പേസുകൾ എന്താണെന്നറിയോ? അതാണ് എന്ത്? എയർ കാവിറ്റീസ്. എന്താണ്? എയർ കാവിറ്റീസ്, എയർ സ്പേസസ്. ഇതിനകത്തൊക്കെ എയർ ആണ് ഫുള്ള്. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണിച്ചിട്ടുള്ള ഗ്രീൻ ഡോട്ട്സ് എന്താണെന്നറിയോ? ഗ്രീൻ ഡോട്ട്സ്, ഈ ഗ്രീൻ ഡോട്ട്സ് എന്ന് പറഞ്ഞാല് പ്ലാന്റ്സിന് മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനലാണ്. ആ സെൽ ഓർഗനലിന്റെ പേരെന്താണ്? യെസ്, ക്ലോറോപ്ലാസ്റ്റ്. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലാണ് എന്തടങ്ങിയിട്ടുള്ളത്? ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ള സെൽ ഓർഗനിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെന്റ്, ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ആണ് ഇത് ക്ലോറോഫിൽ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ ഓരോ ഗ്രീൻ ഡോട്ടുകൾ എന്താണ്? ക്ലോറോപ്ലാസ്റ്റുകളാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്രീൻ കളേർഡിലുള്ള ഈ ഓരോ ഡോട്ടും എന്താണ്? ക്ലോറോപ്ലാസ്റ്റുകളാണ്. അവരിൽ എന്തടങ്ങിയിട്ടുണ്ട്? ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ പിഗ്മെന്റ് ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനും വേണ്ട പിഗ്മെന്റ് അപ്പൊ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ക്ലോറോഫിൽ. ക്ലോറോഫിൽ കാണുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലാണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിലാണ്. ഈ ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പ്ലാന്റ്സ് ഒക്കെ ഏത് കളറിൽ കാണുന്നത്? ഗ്രീൻ കളറിൽ കാണുന്നത്. ഇനി നമുക്ക് ഈ ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, മുൻപ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ കൂടെ നമ്മൾ നോക്കണം. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള
ഡബിൾ മെംബ്രെയിൻ ഉള്ള ഒരു സെൽ ഓർഗനലാണ്. 2 വോളുകൾ ഉണ്ട്. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കവറിങ് മാത്രമല്ല, 2 കവറിങ് ഉണ്ട്. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇത് ഏതാണ്? ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇത് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ് ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ളത്. ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൂം കൺസിഡർ ചെയ്യാം. ഓക്കെ, റൂം കൺസിഡർ ചെയ്യാം. റൂമിന്റെ എന്താണ്? അകത്ത് ഒരു ചുമരുണ്ടാവും അല്ലെ, ഇന്നർ വോൾ ഉണ്ടായിരിക്കും അല്ലെ, പുറത്തും എന്തുണ്ടായിരിക്കും? ഒരു ഔട്ടർ വോൾ ഉണ്ടായിരിക്കും. അതിനകത്തുള്ള ഒരു സ്പേസ് ഇല്ല, റൂമിനകത്തുള്ള ഒരു സ്പേസ്, നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ്, ആ സ്പേസ് ആണ് എന്ത്? ഇവിടുത്തെ സ്ട്രോമ. ഓക്കെ, ആ സ്പേസിന് എന്ത് പറയും? ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണുന്ന സ്പേസിന് നമ്മൾ പറയുന്നതാണ് എന്ത്? സ്ട്രോമ. ഈ സ്ട്രോമയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിയാണ്. ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിയാണ് ഈ സ്ട്രോമ. ഓക്കെ, ഇനി സ്ട്രോമയ്ക്കകത്ത് നമ്മളിങ്ങനെ പൊറോട്ട അടക്കി വെച്ച പോലെ, അല്ലെങ്കിൽ നമ്മള് 5 രൂപ കോയിൻ ഇല്ലേ, അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഇങ്ങനെ അടക്കി വെച്ച പോലെ ഒരു സ്ട്രക്ചർ കാണും. എന്താണെന്നറിയോ? ഇത് സ്ട്രോമ ട്ടോ, ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. ഇങ്ങനെ പൊറോട്ട അടക്കി വെച്ച പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ 5 രൂപ കോയിനുകൾ അടക്കി വെച്ച പോലെ ഒരു സ്ട്രക്ചർ കാണും. ഒന്നല്ല, ഒരുപാടുണ്ട്. ഓക്കെ, ഒരുപാട് പൊറോട്ടകൾ അല്ലെങ്കിൽ ഒരുപാട് പ്ലേറ്റ്സ് നമ്മളിങ്ങനെ കോയിൻസ് പൈൽ ചെയ്ത് വെച്ച പോലെ, ഇങ്ങനെ കോയിൻസിന്റെ ഒരു കൂമ്പാരിരിക്കുന്ന പോലെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സിനെല്ലാം കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പാലങ്ങളും ഉണ്ട്. ഓക്കെ, പരസ്പരം ലിങ്ക് ചെയ്തിട്ട് ഒരുപാട് പാലങ്ങളും ഉണ്ട്. മനസ്സിലായോ? ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കോണ്ടാക്ട് ക്ലാസ്സിൽ കാണും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ്, ജസ്റ്റ് ഓർത്തിരിക്കുക, തൈലകോയിഡ്. ഓക്കെ, പിന്നെ ഈ കണക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? കണക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ലാമെല്ല. എന്താണ്? ലാമെല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത് നമുക്ക് കോണ്ടാക്ട് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതാണ് എന്തിന്റെ സ്ട്രക്ചർ? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് ആരുള്ളത്? ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് ഉള്ളത്. ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് വെച്ച് എന്തിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നു? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും? ആ സൺലൈറ്റ് എന്താണ്? ലൈറ്റ് എനർജി എന്നുള്ള ഫോമിലല്ലേ നമ്മളിപ്പോ അബ്സോർബ് ചെയ്തത്? ലൈറ്റ് എനർജി. ഈ ലൈറ്റ് എനർജി എന്താവുമെന്നറിയോ? കെമിക്കൽ എനർജി ആയിട്ട് മാറും. നമുക്കറിയാം അല്ലെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? ലൈറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ഇറ്റ് ക്യാൻ ഓൾവേസ് ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അല്ലെ, ഇവിടെ ലൈറ്റ് എന്നുള്ള ഫോമിലുള്ള ലൈറ്റ് എനർജി എന്തായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്തു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാല് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ആ ഒരു ഫോമിലോട്ട് ഇവിടുത്തെ ലൈറ്റ് എനർജിനെ മാറ്റണം. ഓക്കെ, അപ്പൊ കെമിക്കൽ എനർജി ആയിട്ട് മാറി. ഒപ്പം തന്നെ അവിടെ വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ടറിനെ ആരെ അബ്സോർബ് ചെയ്യാ? റൂട്ട്സ് ആണ് അബ്സോർബ് ചെയ്യുക. ആ വാട്ടറിന്റെ ഒരു സ്പ്ലിറ്റിങ്ങും ഇതിന് കൂടെ തന്നെ നടക്കും. ഓക്കെ, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ആദ്യം എന്താ നടന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തു. രണ്ടാമതോ, ഈ അബ്സോർബ് ചെയ്ത സൺലൈറ്റിനെ എന്താക്കി മാറ്റി? കെമിക്കൽ എനർജി ആക്കി മാറ്റി. അതിന്റെ കൂടെ തന്നെ വാട്ടർ എന്തായി? ഹൈഡ്രജനും ഓക്സിജനുമായി മാറി. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. വെള്ളത്തിന് നമ്മൾ പൊട്ടിച്ചു, ഹൈഡ്രജനും ഓക്സിജനും ആക്കി പൊട്ടിച്ചു. ക്ലിയർ ആണോ? ഇനി അവിടെ നമ്മള് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇപ്പൊ എടുത്തിട്ടില്ലല്ലോ, കാർബൺ ഡൈ ഓക്സൈഡിനും കൂടി ഇനി എടുക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ആരൊക്കെ എടുത്തു? വെള്ളത്തിനെ എടുത്തു, അതേപോലെ തന്നെ സൺലൈറ്റിനെ എടുത്തു. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കണം. അതിനുവേണ്ടി അവിടെ ഒരാളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരാളുണ്ട്. ആരാന്നറിയോ? നിങ്ങൾക്ക് അറിയാമല്ലോ, 9th നിങ്ങൾ പഠിച്ചിട്ടില്ലേ ബയോളജിയില്? 9th നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല ഒരാളെ? ടീച്ചർ അത് മായ്ച്ചു. ടീച്ചർ നേരത്തെ
ക്ലോറോപ്ലാസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴ് ബേസ് പോർഷനില് ഇങ്ങനെ പയറുമണി പോലെ ഇരിക്കുന്ന ഒരാളെ വരച്ചില്ലേ? ആരായിരുന്നു അത്? ഇയാളാരാ? യെസ്, സ്റ്റോമേറ്റ. ആരാണ്? സ്റ്റോമേറ്റ. ഓക്കെ, ഈ സ്റ്റോമേറ്റ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. അതില് പ്ലാന്റ്സില് അപ്പോ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന ആളാരാണ്? യെസ്, സ്റ്റോമേറ്റ ആണ്. സ്റ്റോമേറ്റയുടെ സ്ട്രക്ചർ എന്താ? രണ്ട് കിഡ്നി ബീൻസ് ഇരിക്കുന്ന പോലെയാണ് ആരിയ്ക്കുക? സ്റ്റൊമാറ്റോ ഇരിക്കുക ഇങ്ങനെ. ഓക്കെ, ഈ രണ്ട് സെല്ലുകളെ വിളിക്കുന്നത്, ഈ രണ്ട് സെല്ലുകളുടെ പേരാണ് എന്ത്? ഗോഡ് സെൽസ്. എന്താണ്? ഗോഡ് സെൽസ്. ഇവരെന്താണെന്നറിയോ? ഇതാണ് ഇവിടുത്തെ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് അഥവാ സ്റ്റൊമാറ്റൽ പോറ്. ഈ സ്റ്റൊമാറ്റൽ പോറിന്റെ ഗാർഡുകളാണ് ഇവര്. എന്താണ് സ്റ്റൊമാറ്റൽ പോറിന്റെ ഗാർഡുകൾ പറഞ്ഞത്? സ്റ്റൊമാറ്റൽ പോറിനെ സംരക്ഷിച്ച് കാവൽ നിൽക്കുന്ന രണ്ട് സെല്ലുകളാണ് ആര്? ഗോഡ് സെൽസ്. ഇവർ രണ്ടുപേരും ഇതിനുള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പണിംഗ്, ഈ ഒരു സ്പേസ് ആണ് ഏത്? സ്റ്റൊമാറ്റൽ പോർ. ഓക്കെ, ഈ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഒരു ഓപ്പണിങ്ങിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നത് ഏതിലൂടെയാണ്? ഈ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള സ്റ്റൊമാറ്റൽ പോറിലൂടെയാണ്. ഓക്കെ, ഓപ്പണിംഗ് അല്ലേ, ഗ്യാസിന് സുഖമായി പോവാം, കൂടെ വെള്ളത്തിനും പോവാം, വാട്ടറിനും പോവാം. അതുകൊണ്ട് തന്നെ വാട്ടർ ഇങ്ങനെ എപ്പോഴും ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, ഈ സ്റ്റൊമാറ്റൽ പോറ് വഴി. അതുകൊണ്ട് തന്നെ ഈ സ്റ്റൊമാറ്റോ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കില്ല. ഫോട്ടോസിന്തസിസിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യം ഉള്ള സമയത്ത് മാത്രമാണ് ഇത് ഓപ്പൺ കണ്ടീഷനിൽ ഇരിക്കുക. ഓപ്പൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ തുറന്നിരിക്കുക, അത് ഓപ്പൺ കണ്ടീഷനിലാണ് ഇപ്പൊ സ്റ്റൊമാറ്റ. അല്ലാത്ത സമയത്തൊക്കെ സ്റ്റൊമാറ്റ എന്ത് ചെയ്യുന്നറിയോ? അല്ലാത്ത സമയത്തൊക്കെ സ്റ്റൊമാറ്റ ഇങ്ങനെ അടഞ്ഞിരിക്കും. ഓക്കെ, അടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുങ്ങിയിരിക്കും. ഇപ്പൊ ഈ രണ്ട് ഗോഡ് സെൽ ഇങ്ങനെ അത്യാവശ്യം വീർത്താണ് ഇരിക്കുന്നത് ആണല്ലോ. പക്ഷെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമില്ലാത്ത സമയത്ത് സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പോറ് കാണാനുണ്ടോ? ഇല്ലല്ലോ, ഇതിനകത്ത് പോറുണ്ട്. ഈ കണ്ടീഷനാണ് ക്ലോസ്ഡ് കണ്ടീഷൻ. ഇത് എപ്പോഴാണ് സംഭവിക്കാന്നറിയോ? സ്റ്റൊമാറ്റയുടെ പോറ് എങ്ങനെയാണ് ഓപ്പൺ ആക്കുക അറിയോ? എങ്ങനെയാന്ന് വെച്ചാല് വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ സറൗണ്ടിങ് ടിഷ്യൂസിൽ നിന്നും ഈ ഗോഡ് സെല്ലിലോട്ട് എൻ്റർ ചെയ്യപ്പെടും. വാട്ടർ സറൗണ്ടിങ് ടിഷ്യൂസിൽ നിന്ന് ഗോഡ് സെല്ലിലോട്ട് വരും. അതായത് വെള്ളത്തിനെ വേര് വലിച്ചെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ലീഫിന്റെ സ്റ്റൊമാറ്റ റീജിയനിൽ വരെ എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം ഈ ഗോഡ് സെല്ലിലോട്ട് കയറും. അപ്പൊ എന്ത് ചെയ്യും? ഗോഡ് സെല്ല് വീർത്ത് വരും. അപ്പൊ ഇവിടുത്തെ ഓപ്പണിംഗ് സംഭവിക്കും. ഇവിടുത്തെ ഈ സ്റ്റൊമാറ്റൽ പോലെ എന്താവും? അപ്പോ തുറക്കും. അപ്പൊ ഇതിനകത്ത് വെള്ളം ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വീർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടാത്തൊരു സമയമാണ്. അതായത് ഇപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിന് വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ആര് കയറില്ല? വെള്ളം കയറില്ല. അപ്പൊ അത് ചുരുങ്ങിയിരിക്കും. അങ്ങനെ പോറ് എന്തായി? അവിടെ ക്ലോസ്ഡ് ആയി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അഥവാ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്യുന്നത്. എങ്ങനെ? സ്റ്റൊമാറ്റ വഴി. മറക്കരുത് കേട്ടോ, സ്റ്റൊമാറ്റ വഴിയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോ സൺലൈറ്റിന്റെ അബ്സോർപ്ഷൻ ആര് വഴിയായിരുന്നു? ക്ലോറോഫിൽ പിഗ്മെന്റ് ആയിരുന്നു അതിനെ ഹെൽപ്പ് ചെയ്തത്. ക്ലോറോപ്ലാസ്റ്റ് കണ്ടു ആണല്ലോ, ഡീറ്റെയിൽ ആയിട്ട് നമ്മള് പിന്നെ കാണും. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ വാട്ടറിന്റെ ഇൻടേക്ക് എന്താണ്? സിംപ്ലി റൂട്ട്സ് വഴിയാണ്. വാട്ടർ റൂട്ട്സ് വഴി നമുക്കറിയാം, ഞങ്ങൾ ചെറുതിലെ തൊട്ട് പഠിക്കുന്നതാണ്. വെള്ളം വലിച്ചെടുക്കുന്നത് വേര് വഴിയാണ്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, റൂട്ട്സ് വഴി പ്ലാന്റ്സിന്റെ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില എലമെന്റ്സിനെയും കൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഫുഡ്, ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണം അല്ലെങ്കിൽ പ്രോട്ടീൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ കുറെ ഫൈബ്രസ് ഫുഡും നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് ആണല്ലോ. അതേപോലെ തന്നെ ഈ പ്ലാന്റ്സിന് വെള്ളവും സൺലൈറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചില എലമെന്റ്സ്, ചില ന്യൂട്രിയൻസും കൂടെ പ്ലാന്റ്സിന് വേണം. അത് എടുക്കുന്നതും ആര് വഴിയാണ്? റൂട്ട്സ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അങ്ങനെ കുറച്ച് എലമെന്റ്സുകൾ പ്ലാന്റ്സ് അപ്ടേക്ക് ചെയ്യുന്നതും ആര് വഴി തന്നെയാണ്? റൂട്ട്സ് വഴി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ,
ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ പ്ലാന്റ്സ് അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ് അതാണ് ഏത് ഫോട്ടോസിന്തസിസ്. അതാണ് നമ്മൾ ഇത്രയും നേരം